പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാന ധ്യാനത്തിൻ്റെ 38-ാം ദിനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹത്തോടുകൂടി ഒരുക്കത്തോടുകൂടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അനാഫ്രായുടെ 1-ാമത്തെ പ്രണാമജപത്തിൽ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച പ്രത്യാശയോടും കൂടി എന്ന് അച്ഛൻ ചൊല്ലുമ്പോൾ ഒരു നിമിഷമെന്ന് ഓർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആ വിശ്വാസവും സ്നേഹവും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ ശ്വാസപ്പ മടക്കി കാസായുടെയും പീലാസായുടെയും വശങ്ങളിലൂടെ ഒരു കോട്ട കെട്ടി നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ആ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ബോധ്യം, നമ്മുടെ ചിന്തകളും ഒക്കെ മലിനമാകാതെ നമ്മളിനി ഹൈക്കലയിലല്ല മദ്ബഹായിലാണെന്നുള്ള ഓർമ്മ നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പ്രിയപ്പെട്ടവർ, അതിനുശേഷമാണ് അച്ഛൻ ആശീർവദിക്കുന്നത്. ചില ദിവസങ്ങളിൽ മിശിഹാ കർത്താവിൻ കൃപയും എന്ന ഗാനം ആലപിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നതിന് വേണ്ടിയിട്ട് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അവസാനിക്കുന്നത് 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്, അച്ഛൻ ആശീർവദിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ കാസായിലേക്കും പീലാസായിലേക്കുമുള്ള ആ ദിവ്യ രഹസ്യങ്ങളിലേക്കാണ് ആശീർവദിക്കുന്നത്. ആ ആശീർവാദം വീഴുന്നത് നമ്മുടെ ഓരോരുത്തരിലേക്കുമാണ്. കുർബാനയിൽ പങ്കുകൊള്ളുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തിലേക്ക് അച്ഛൻ കരങ്ങൾ കൊണ്ട് കുരിശാകൃതിയിൽ ആശീർവദിക്കുമ്പോൾ അത് വന്ന് വീഴുന്നുവെന്നുള്ളൊരു ബോധ്യം. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ ആശീർവദിക്കുമ്പോൾ ഈ ആരൊക്കെയാണോ കർത്താവെ ഈ ബലിയിൽ പങ്കുചേരുന്നത് അവരെ എല്ലാവരെയും ആശീർവദിക്കുന്നു. നാളെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഞാൻ ആശീർവാദം നൽകുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പിന്നീട് അച്ഛൻ ചെല്ലുന്നത് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അത് കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ്. 1-2 വേണമെങ്കിൽ പറയാം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. കാരണം നമ്മൾ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഈ ഭൂമിയിലെ വിചാരങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ സ്വർഗീയ വൃന്ദങ്ങളോട് ചേരാനായിട്ട് ഒരുങ്ങുകയാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഈ പ്രാർത്ഥന ചൊല്ലിയ ശേഷം വൈദികന് ചെല്ലേണ്ട ഒരു സ്വകാര്യ പ്രാർത്ഥനയുണ്ട്. അത് പല ദിവസങ്ങളിൽ സമയത്തിൻ്റെ കുറവ് കൊണ്ട് അച്ഛന്മാർ ഉറക്കെ ചെല്ലാറില്ല. പക്ഷേ ഹൃദയസ്പർശിയാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കൂ, എത്ര മനോഹരമാണ്: കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യബന്ധങ്ങൾ ഉളവാക്കണമേ. സജീവവും വിശുദ്ധവുമായി തിരുക്കർമ്മത്തിൽ പ്രത്യാശാപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അതായത് മലഹമാരോട് ചേർന്ന് നമ്മൾ കീർത്തനം ആലപിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്? എല്ലാ അശുദ്ധിയും മാറണം. നമ്മുടെ ചിന്തകളും മനസ്സുകളും ഒക്കെ പരിശുദ്ധമാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ ഓശാന ഗീതത്തിന് തൊട്ട് മുൻപുള്ള പ്രാർത്ഥനയാണ് 2-ാമത്തെ ഗഹന്ത പ്രാർത്ഥന അല്ലെങ്കിൽ പ്രണാമജപം. അത് ഞാൻ ആദ്യ ദിവസമല്ല 2 ദിവസം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. 1-ാമത്തെ ഗഹന്ത പ്രാർത്ഥന ദൈവം ത്രിയേക ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുമാണ്. 2-ാമത്തേതിൻ്റെ അകത്ത് പിതാവായി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നതിന് ശേഷം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കേണ്ടത്? എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. അതായത് ദൈവം എന്നെ സൃഷ്ടിച്ചു എന്നുള്ള ഓർമ്മ എപ്പോഴെങ്കിലും ജീവിതത്തിലെ ഒരിക്കലെങ്കിലും ആ സൃഷ്ടികർമ്മത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥ ഓർത്താൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. നമ്മൾ അത് ആസ്വദിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ അതിൽ പങ്കുചേരാൻ. എന്തുകൊണ്ടാണ്? മറ്റ് ഒരാളിൽ നിന്നും വ്യതിരിക്തനായി എന്നെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ, എന്നെ ഏകജാതനെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിച്ച് എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ, ദൈവമേ ആ സൃഷ്ടികർമ്മത്തിലൂടെ എന്നോട് കാണിച്ച കരുണ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. അതിനുശേഷം നമ്മൾ സ്വർഗവാസികളുടെ 1000ങ്ങളും മാലാഖമാരുടെ 10000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ബോധപൂർവ്വം നിങ്ങൾ മാലാഹമാരുടെ സാന്നിധ്യം ഈ അച്ഛൻ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഓർക്കണം. നാം ഒറ്റയ്ക്കല്ല, ദൈവാരാധനയിൽ മുഴുകിയിരിക്കുന്ന സകല സ്വർഗവാസികളോടും കൂടിയാണ് നമ്മളത് ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രധാനമായിട്ടും ഈ ഗഹന്ത പ്രാർത്ഥനയുടെ അവസാനം നമ്മുടെ മാലാഹമാരോട് ചേർന്ന് ഇതാ കീർത്തനം ആലപിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ ഓശാന ഗീതം ആലപിക്കുമ്പോൾ അത് പലപ്പോഴും സഭയുടെ ചൈതന്യവും ഈ കുർബാനയുടെ ചൈതന്യവും ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ യഹോവയെ കണ്ടുകൊണ്ട് ക്രോവേന്മാരും ശ്രാപ്യന്മാരും സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഈ കീർത്തനം ആലപിക്കുന്ന രംഗമാണ് സത്യത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ അറിയാതെ ഈശോയുടെ ഓശാന എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈശോയെ ജെറുസലേമിലേക്ക് സ്വീകരിച്ച സംഭവം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. സാരമില്ല, അത് ഓർത്തുകൊള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ചൈതന്യം ഇതാണ്. കാരണം അത് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് വൈദികൻ ചൊല്ലുന്ന സ്വകാര്യമായൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ പ്രിയപ്പെട്ടവർ എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, നല്ല പുസ്തകത്തിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈദികൻ എന്താണ്? ദൈവമേ നീ അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് മാത്രമാകുന്നു യഥാർത്ഥ പിതാവ്. പിന്നെ പുത്രനായ ദൈവത്തോട് പറയുകയാണ്, നിത്യനായ പുത്ര അങ്ങ് പരിശുദ്ധനാകുന്നു, റൂഹാദ കുഥജായ അങ്ങ് പരിശുദ്ധനാകുന്നു. ഇതിനുശേഷം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചൊല്ലിയിരുന്ന തക്സാക്കിയകത്തുണ്ടായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛൻ ഈ കരങ്ങൾ കോർത്ത്, അതായത് 2 കൈകളിലെയും വിരലുകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ തൻ്റെ പാപ ബോധം അച്ഛനും സകലർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഹാ എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, കാരണം എൻ്റെ അധരങ്ങൾ അശുദ്ധമാകുന്നു. അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ ഓശാന ഗീതം ആലപിക്കുമ്പോൾ അതിൻ്റെ ലിറ്റർജിക്കലായിട്ടുള്ള മാനങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾക്കൊരു ആത്മീയ ചിന്ത തരാം. അത് ഒരുപക്ഷെ ജീവിതത്തിൽ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാനത് പങ്കുവയ്ക്കുന്നത്. എന്താണെന്നറിയാമോ? ഈ ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ മാലാഹമാരോട് ചേർന്ന് ഈ ഓശാന ഗീതം ആലപിക്കണം. നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ചെറിയ ഗായക സംഗമോ വലിയ ഗായക സംഗമോ ഉണ്ടാകും. സത്യത്തിൽ കുർബാനയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന, തക്സായ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ആ ഓശാന ഗീതം തന്നെയാണ് നമ്മൾ ആലപിക്കേണ്ടത്. അതത്ര മനോഹരമാണ്. എന്നാണ്? ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ. കാരണം മറ്റ് ഏത് ഗീതം ആലപിക്കുമ്പോഴും നമ്മളറിയാതെ ഈശോയുടെ രാജകീയമായ ജെറുസലേം പ്രവാസനം ഓർത്തുപോകും. ഇതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ചിന്ത ഇതാണ്. കർത്താവേ, അതിൻ്റെ ഒരു കൃപ നിങ്ങളുടെ ഈ മക്കളുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, ഇതൊരു അഭിഷേകമായിട്ട് മാറട്ടെ. ഓശാന ഗീതം ഒരിക്കലും യാന്ത്രികമായിട്ട് വെറുതെ ഓശാന പാടരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? മാലാഖമാരോട് ചേർന്ന് നിങ്ങൾ ആ ഗീതം ആലപിച്ചാൽ നാവിൻ്റെ പരിശുദ്ധി നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായ ബോധ്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം അച്ഛൻ അപ്പോൾ ചൊല്ലുന്ന മനോഹരമായ പ്രാർത്ഥന എന്താണെന്നറിയാമോ? യേശയ്യ തന്നെ പറയുന്നതാണ്, ഈ സ്ഥലം എത്ര ഭീതിജനകം. അതുകൊണ്ടാണ് ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണെന്ന് പറയുന്നത്. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യാക്കോബ് കാണുന്ന സ്വപ്നം അതും ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ എന്നിട്ടുള്ള പ്രാർത്ഥന കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ ചൊല്ലേണ്ടത്. എൻ്റെ കർത്താവേ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച അങ്ങയുടെ കാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ ആലപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളല്ല ആലപിക്കുന്നത്. നിങ്ങളുടെ അധരങ്ങൾ, നിങ്ങളുടെ ചുണ്ടുകൾ അനങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓശാന എന്ന് തുടങ്ങാൻ മാത്രമേ കഴിയൂ. നിങ്ങൾ ദൈവം നിത്യമഹത്വത്തിനെന്ന് പറയുന്നതിന് മുൻപ് തന്നെ മാലാഹാമാർ നിങ്ങളുടെ സ്വരങ്ങൾ ഏറ്റെടുത്ത് നമ്മളങ്ങനെ മാലാഹാമാരോട് ചേർന്ന് ഈ ഗീതം ആലപിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവുകളിലേക്ക് ഒരു അഭിഷേകം നിറയുകയാണ് ചെയ്യുന്നത്. കാരണം നാവിൻ്റെ അഭിഷേകമില്ലാതെ ഒരിക്കലും കുർബാന ഭക്തിയോടുകൂടി നമുക്ക് അർപ്പിക്കാൻ കഴിയില്ല. 1 പത്രോസ് 3:10 ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അപ്പോൾ അനുഗ്രഹം കിട്ടണമെങ്കിൽ, കാരണം അതിൻ്റെ താഴെ പറയുന്നുണ്ട്, അവിടുത്തെ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചു കളയുന്നു. പക്ഷേ നീതിമാന്മാരുടെ പ്രാർത്ഥനകളുടെ നേരെ അവിടുന്ന് ഹൃദയം തുറക്കുകയാണ്, ചെവി തുറക്കുകയാണ് ചെയ്യുന്നത്.
പ്രിയപ്പെട്ടവരെ, നാവിന് അഭിഷേകം കിട്ടാതെ കുർബാന അഭിഷേകമായി മാറുകയില്ല. നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മത്തായി സുവിശേഷം 12:36 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ജെറമിയ 15:19 വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. നാവിൻ്റെ ശുശ്രൂഷയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും. നാവിന് അഭിഷേകം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒരു സേറ്റനിക് വർഷിപ്പ്, ഒരു സാത്താൻ ആരാധനയായിട്ട് മാറും. ചീത്തവാക്ക് പറഞ്ഞ ശേഷം, കുറ്റം പറഞ്ഞ ശേഷം, മറ്റുള്ളവരെ വിധിച്ച ശേഷം, നുണ പറഞ്ഞ ശേഷം നമ്മൾ വന്ന് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ആമേൻ എന്ന് പറയുമ്പോൾ ആ ആമേൻ ദൈവത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? നമ്മൾ നാവ് കൊണ്ട് പാപം ചെയ്തു. അതുകൊണ്ട് നാവ് കൊണ്ട് പാപം ചെയ്യാതെ അനുരഞ്ജനം നടത്തിയാൽ ഓൾറൈറ്റ്, കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നമുക്കത് കഴിയില്ല. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നാളെ മുതൽ നമ്മൾ കുർബാനയ്ക്കകത്ത് ഓശാന ഗീതം ആലപിക്കുമ്പോൾ, നിങ്ങൾ ഏത് ഓശാന ഗീതമാണോ ഗായക സംഘം ആലപിക്കുന്നത്, ആ ഗീതം ആലപിക്കുമ്പോൾ ചുണ്ടുകൾ അനക്കുമ്പോൾ മാലാഹമാരെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ദൈവമേ, ഈ മാലാഹമാരോട് ചേർന്ന് ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടല്ലേ നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്പന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് കാർമികൻ പ്രാർത്ഥിക്കുന്നത്. ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്തിന് സ്തുതി. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും നാവിൻ്റെ ഒരു അഭിഷേകം കൊടുക്കണമേ. നാളെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഓശാന ഗീതം ആലപിക്കുമ്പോൾ, നാളെയല്ല കർത്താവേ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഓശാന ഗീതം ആലപിക്കുമ്പോൾ മാലാഹമാരോട് ചേർന്ന് ആലപിക്കാനുള്ള അഭിഷേകം ഈ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഇവിടെ നാവുകളെ ഞാൻ മുദ്ര ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് കൃപ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.